ഈ സ്വഭാവവും പെരുമാറ്റവും ബിഹേവിയറും ക്യാരക്ടറും രണ്ട് സാധനം. അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയ, എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഈ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് പലരിലേക്കും കാണിക്കുന്ന ഒരു കാര്യമാണ്. ക്യാരക്ടർ എന്ന് പറയുന്നത് അവനവൻ്റെ ഉള്ളിൽ തന്നെ അവനവന ഉള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സ്വഭാവം. അത് നിങ്ങൾക്കറിയാലോ. അതിൻ്റെ പേര് കേട്ടപ്പോൾ ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണ്ടാന്ന് എനിക്കറിയാം. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ ഇത് കൊണ്ടുള്ള ഒരു ഗുണദോഷം എനിക്ക് മനസ്സിലായിരിക്കുന്നത്, നമ്മൾ ഈ ബിഹേവിയർ കണ്ടിട്ടാണ് ഓരോരുത്തരെ വിലയിരുത്തുന്നത്, അല്ലേ? ഇപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസത്തിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചില കുട്ടികളെ മുത്തശ്ശിമാർ നോക്കും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ മുത്തശ്ശി ഒരു കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് വിചാരിക്കുക. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് വരുന്നതിൽ മകന്റെ കുട്ടിയാവാം അല്ലെങ്കിൽ മകളുടെ കുട്ടിയാവാം. ഈ വൈകുന്നേരം ഈ അമ്മ വന്നു കഴിയുമ്പോൾ, അമ്മയെ കണ്ടു കഴിയുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും, വാശി പിടിക്കും, കരയും, ലഹള കൂട്ടും ഒക്കെ. അപ്പൊ മുത്തശ്ശി പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, ഇത്രയും നേരം അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. അത്രയും നേരം അവൻ കാണിച്ചത് അവന്റെ ബിഹേവിയർ ആയിരുന്നു. അവന്റെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ സേഫ് സോണില്ല, കംഫർട്ട് സോണിൽ എത്തിയപ്പോഴാണ് അവൻ അവന്റെ ക്യാരക്ടർ കാണിക്കുന്നത്. അതാണ് അവന്റെ ക്യാരക്ടർ. അത് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിടിച്ചു വെച്ചേക്കുമ്പോഴാണ് അമ്മയെ കണ്ടപ്പോൾ പൊട്ടിപ്പോയി. അതാണ്. അപ്പോ ഈ ക്യാരക്ടറും ബിഹേവിയറും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഓക്കെ, ഈ ബിഹേവിയർ കണ്ടാണ് നമ്മൾ പലപ്പോഴും പലരെയും വിലയിരുത്തുന്നത്. ഇനി ഈ ബിഹേവിയറും ക്യാരക്ടറും തമ്മിലൊരു കണക്ഷൻ അല്ലെങ്കിൽ ഏകദേശം ഒരുപോലെയൊക്കെ ആണെങ്കിൽ ആ മനുഷ്യരെ നമ്മൾ ജെന്യുവിൻ ആണെന്ന് പറയും. ചിലരുടെ ക്യാരക്ടറുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല ആളുടെ ബിഹേവിയറിന്. അങ്ങനെയുള്ളവര് ഫ്രോഡ് എന്ന് നമ്മൾ പറയും. ശരിയില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിക്കോ. നമ്മൾ അടുത്തറിഞ്ഞു കഴിയുമ്പോഴാണ് ഇവരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുക. ഈ കല്യാണം എന്നല്ല, ഏത് റിലേഷൻഷിപ്പിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം കാണുന്നത് നമ്മുടെ ബിഹേവിയർ ആണ്. ആ ബിഹേവിയർ കണ്ടിട്ട്, അപ്പിയറൻസ് കണ്ടിട്ട് ഒക്കെയാണ് നമ്മൾ ഒരാളോട് ആകർഷണം, ഇൻഫാക്ച്വേഷൻ, ഇഷ്ടം, സ്നേഹത്തിലേക്കൊക്കെ പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട് അതിലേക്ക്. ക്യാരക്ടർ അറിഞ്ഞിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് സ്നേഹമാവുക. അക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അക്കോമഡേറ്റ് ചെയ്യണം. അപ്പോഴാണ് അതിന് സ്നേഹം എന്ന് പറയാൻ പറ്റുക. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവും കൂടെ എടുക്കണം കേട്ടോ. അല്ലാണ്ട് നിങ്ങളുടെ പോസിറ്റീവ് മാത്രം, അപ്പിയറൻസ് മാത്രം, അല്ലെങ്കിൽ ഇന്നത് മാത്രം എനിക്ക്, അങ്ങനെയല്ല കേട്ടോ. അപ്പൊ എൻ്റെ മനസ്സിൽ തോന്നിയ തോട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാം.